കോഴിക്കോട് ബേപ്പൂരിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ മരം വീണു. പള്ളിപ്പറമ്പിൽ ഫൈസലിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. താമരശ്ശേരിയിൽ കനത്ത മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അമ്പലക്കുന്ന് രമണിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഇപ്പോഴും അവിടെ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം? ലക്ഷ്മി പത്മ, ജില്ലയിൽ ഇന്ന് തുടർച്ചയായി തന്നെ മഴയുണ്ടായിരുന്നു. അല്പം മുമ്പും ശക്തമായ മഴ തന്നെയായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അല്പസമയമായിട്ട് മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. എങ്കിൽ കൂടി ശക്തമായ മഴയും അതോടൊപ്പം കാറ്റും ഉണ്ട്. ഇത്തരത്തിലാണ് ഇന്ന് ചെറിയ തോതിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ താമരശ്ശേരി വെഴുപ്പൂർ അമ്പലക്കുന്ന് രമണിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇടിഞ്ഞു താഴ്ന്നത്. അതുപോലെ തന്നെ ശക്തമായ ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ഇതിൽ ബേപ്പൂർ ഭാഗങ്ങളിലും ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന് മുകളിലേക്ക് മരം ഇടിഞ്ഞു വീണും അതുപോലെ തന്നെ പോസ്റ്റിന് മുകളിലേക്ക് വൈദ്യുത പോസ്റ്റിന് മുകളിലേക്ക് തെങ്ങ് ഒടിഞ്ഞു വീണുമാണ് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിലൊന്നും ആളപായം ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടി രാവിലെ ഇത്തരത്തിലൊരു മഴയുമായി ബന്ധപ്പെട്ട് 2.5 വയസ്സുകാരി തോട്ടിൽ വീണ് മരിച്ചൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തലക്കളത്തൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് കുളങ്ങരത്താഴത്ത് നിഖിൽ വൈഷ്ണവി ദമ്പതികളുടെ മകൾ നക്ഷത്രയായിരുന്നു ഇത്തരത്തിൽ മരിച്ചത്. ഇത്തരത്തിൽ ഒരു മരണമാണ് ഇന്ന് ഈ മഴയുമായി ബന്ധപ്പെട്ട് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള സംഭവങ്ങളിലൊന്നും ആളപായമില്ല. രമ്യ ദാസ്, കോഴിക്കോട്.